ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ ഒരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSST ജനറൽ പാർട്ട് അഥവാ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഈ 3 ഭാഗങ്ങളിലെയും സിലബസ് ആണ്. പാർട്ട് 1 നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ആണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള 2 സംശയങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. ഒന്നാമത്തെ സംശയം, HSST ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമോ? അപ്പോൾ HSST ചില വിഷയങ്ങൾ ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ കാത്തു നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പഠനം ആരംഭിക്കാം. കാരണം HSST സിലബസ് കുറച്ച് വൈഡാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നത് ശേഷം പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ റിവിഷനുള്ള സമയം നമുക്ക് കിട്ടണമെന്നില്ല. പഠനം നേരത്തെ തന്നെ ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. രണ്ടാമത്തെ സംശയം, GK ഭാഗം HSA എല്ലാ സബ്ജക്റ്റുകളിലും GK ഭാഗം അത്യാവശ്യം ബുദ്ധിമുട്ട് ഉള്ളത് തന്നെയായിരുന്നു. അവർ ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ HSSTയിലും ആവർത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിലബസ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. HSA പോലെ ഒരു വൈഡായിട്ടുള്ള ഒരു ടേം അല്ല. അഥവാ HSAയിൽ നമുക്ക് കേരള റിനൈസൻസ്, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്, GK കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വളരെ വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ടോപ്പിക്ക് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പഠിക്കണമെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. എന്തൊക്കെ പഠിക്കണമെന്നുള്ള ഒരു രൂപരേഖ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് വെച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. സോ വിൻസ്പയറിൽ നമ്മൾ കഴിഞ്ഞ HSAയിൽ ചെയ്തതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PYQ ഡിസ്കഷൻസ്, MCQ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. HSST ജനറൽ പേപ്പറിൻ്റെതും HSST ഇംഗ്ലീഷിൻ്റെ കോർ സബ്ജക്റ്റിൻ്റെയും ഡിസ്കഷൻസ് നമ്മൾ നടത്തുന്നതാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ ഞാൻ സിലബസിലേക്ക് വരികയാണ്. പാർട്ട് 2 ടോട്ടൽ 10 മാർക്കിനാണ് വരുന്നത്. ഇത് ഏതൊരു HSST ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ പാർട്ട് 2വിലെ A പാർട്ടിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും B പാർട്ടിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമാണ് വരുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന് കുറച്ചുകൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ടീച്ചിങ് നാച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഒരു ടീച്ചറിൻ്റെ അഭിരുചിയുമായിട്ട് ബന്ധപ്പെട്ട ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. മിക്കവാറും പ്രാക്ടിക്കൽ ലെവൽ ചോദ്യങ്ങളായിരിക്കും അവിടെ കൂടുതൽ വരിക. ദെൻ പിന്നീട് വരുന്നത് ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പഠിതാവിൻ്റെ സവിശേഷതകൾ. അതും വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ, വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. പ്രാക്ടിക്കൽ ലെവൽ ചോദ്യങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, വിവിധ ടീച്ചിങ് മെത്തേഡുകൾ, ടീച്ചിങ് എയ്ഡ്, ഇവാലുവേഷൻ സിസ്റ്റംസ്, ഇതെല്ലാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണ്. ഇനി നിങ്ങളുടെ ടീച്ചിങ് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊഡ്യൂൾ എന്തായാലും കോർ സബ്ജക്റ്റിൽ ഉണ്ടാകും. മിക്കവാറും ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്താണ്, രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതുകൂടി മനസ്സിലുണ്ടായിരിക്കണം. എന്തായാലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 5 ചോദ്യങ്ങൾ ഉണ്ടാകും. ദെൻ പിന്നീട് വരുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും 5 മാർക്കിനാണ് ചോദിക്കാറ്. ഇതിനകത്ത് റിസർച്ച് മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ്, സിമ്പോസിയം, തിസിസ് റൈറ്റിംഗ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോർമാറ്റ്, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള റിസർച്ച് ഉണ്ട്? പല തരത്തിലുള്ള റിസർച്ച് ഉണ്ട് അല്ലേ. നമുക്ക് ആക്ഷൻ റിസർച്ച് HSAയിൽ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ ആ റിസർച്ച് മാത്രമല്ല, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അങ്ങനെ പല എത്നോഗ്രാഫിക് റിസർച്ച്, പല ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട്. റിസർച്ചിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഹൈപ്പോത്തസിസ് പഠിക്കാനുണ്ട്, നൾ ഹൈപ്പോത്തസിസ് പഠിക്കാനുണ്ട്, ചില ഇക്വേഷൻസും ഫോർമുലാസും പഠിക്കാനുണ്ട്. അതെല്ലാം കൃത്യമായിട്ടും പഠിക്കണം. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ റിസർച്ച് എത്തിക്സ്, ഈ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. ഈ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അവിടെ കുറച്ചുകൂടി കോൺസെപ്റ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി പാർട്ട് 3യിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ GK ഭാഗം. അവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പാർട്ട് 3യിലെ A പാർട്ടിൽ വന്നിട്ടുള്ളത് 5 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യമാണ്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നില്ല.
സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതകൾ, പ്രിയാമ്പിൾ, ആമുഖം, ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് ഇൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖത്തിൻ്റെ പ്രാധാന്യം, നമ്മുടെ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിൽ എത്രമാത്രം ആമുഖത്തിന് പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ ആമുഖം ഭേദഗതി ചെയ്തതിനെക്കുറിച്ചും ആമുഖത്തിലെ ഓരോ ആശയങ്ങൾക്ക് പിന്നിലുള്ള അർത്ഥതലങ്ങളെക്കുറിച്ചും ആമുഖം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. പിന്നീട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള ബന്ധം. ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. ദെൻ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അപ്പോൾ എക്സിക്യൂട്ടീവ് ഭരണനിർവഹണം, അതേപോലെ നിയമനിർമ്മാണ സഭ, നമ്മുടെ നീതിന്യായ സഭ, അതേപോലെ യൂണിയൻ സ്റ്റേറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് അല്ലേ, വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അങ്ങനെ പല കമ്മീഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ നോക്കണം. ദെൻ സെൻറ്റർ, സ്റ്റേറ്റ് റിലേഷൻസ്, ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട നിയമ നിർമ്മാണ പ്രക്രിയകളും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കണം. സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്. അപ്പോൾ കേരള PSC, UPSC അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തന രീതികൾ, എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥയിലെ അടിയന്തര അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അമെൻമെൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ ഭേദഗതി, ഇതൊക്കെ സ്ഥിരം ജനറൽ PSCയിലെ ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നോക്കുക. കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ നോക്കണം. ദെൻ പാർട്ട് 3 B പാർട്ടിൽ വരുന്നത് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, സാമൂഹിക ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ്. അതും 5 മാർക്കിനാണ്. അപ്പോൾ സോഷ്യൽ സർവീസസ് ലെജിസ്ലേഷൻസ് ലൈക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് എഗൻസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ വിവരാവകാശ നിയമവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളെ തടയാനുള്ള നിയമങ്ങൾ, നടപടികൾ, ഭക്ഷ്യസുരക്ഷാ നിയമം, എൻവറോൺമെൻറ്റൽ ആക്ട്സ്, പരിസ്ഥിതി സംരക്ഷണ നിയമം, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ. അപ്പോൾ വിവിധ സർക്കാർ പദ്ധതികളുണ്ടല്ലോ, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ അവയവദാനം, രക്തദാനവും ഒക്കെ ആയി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് പാർട്ട് 3 വരുന്നത്. ഇനി പാർട്ട് 4 വരുമ്പോൾ കേരള റിനൈൻസൻസ് ആണ്. കേരള നവോത്ഥാനം, അതും കേരള നവോത്ഥാനം മാത്രം എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല, വീണ്ടും അതിൻ്റെ കീഴിൽ സബ് ടോപ്പിക്സ് പറയാണ്. ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി, ഇത് പഴയ SCRTയിലെ ഒരു പാഠത്തിൻ്റെ പേര് തന്നെയാണ്, ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി എന്നുള്ളത്. സോ ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇത് HSST ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആമുഖം, വിവിധ മിഷനറി ഓർഗനൈസേഷൻസും അവയുടെ അടിസ്ഥാനവും, പ്രിൻറ്റിംഗ് പ്രസ്, ഫാക്ടറീസ്, ഇതൊക്കെ എല്ലാ HSSTക്കും ഇത് തന്നെ ഉണ്ടാവും കേട്ടോ, ഇത് തന്നെ നമുക്ക് പഠിക്കാനുണ്ടാകും. പിന്നെ എഫേർട്സ് ടു റിഫോം ദ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയെ നവോത്ഥാനം നടത്താനുള്ള ശ്രമങ്ങൾ. അവിടെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ഉണ്ട്, മതസാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അവിടെ വിവിധ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, SNDP അടക്കമുള്ള വിവിധ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ അവിടെ SNDP അടക്കമുള്ള വിവിധ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. SNDP, NSS, നായർ സർവീസ് സൊസൈറ്റി, യോഗ ക്ഷേമസഭ, സാധുജന പരിപാലന സംഘം, ബാലസമുദായ പരിഷ്കരണി സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷ ദൈവസഭ, സഹോദര പ്രസ്ഥാനം. ഇതെല്ലാം നമ്മൾ HSCയിലും പഠിച്ചു വെച്ചിട്ടുള്ളതായിരിക്കും. വളരെ ഭംഗിയായിട്ട് ഇവ നോക്കുക. പിന്നീട് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, ഇതെല്ലാം റിനൈൻസൻസിൻ്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ്, മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാല്യം സത്യാഗ്രഹ, കൂട്ടംകുളം സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം, ദെൻ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, മലബാർ കലാപം, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, ആബ്സ്ട്രക്ഷൻ മൂവ്മെൻറ്റ് അടക്കമുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളും മറ്റ് നവോത്ഥാന പ്രവർത്തനങ്ങളും. ദെൻ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈൻസൻസ്, നവോത്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് പത്രമാധ്യമങ്ങൾക്കുണ്ട്. അപ്പോൾ പണ്ട് കാലത്തെ പത്രമാധ്യമങ്ങളായ മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ,
ഭാഷാഭൂഷണി, മാതൃഭൂമി, കേരള കൗമുദി, അതേപോലെ സമദർശി, കേസരി, അൽ അമീൻ, പ്രഭാതം, യുക്തിവാദി അടക്കമുള്ള പത്രങ്ങളെക്കുറിച്ച് നോക്കുക. അതിനെക്കുറിച്ച് അത് എവിടെ നിന്ന് പുറത്തിറങ്ങി, ആരാണ് അതിൻ്റെ എഡിറ്റർ, ആരാണ് സ്ഥാപകൻ, ഏത് വർഷം മുതലാണ് പുറത്തിറങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ദെൻ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ. നമ്മുടെ നവോത്ഥാനം പലതരത്തിൽ നടന്നിട്ടുണ്ട്, സാഹിത്യത്തിലൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നോവൽ, ഡ്രാമ, പോയട്രി, അതേപോലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, ലൈബ്രറി മൂവ്മെൻ്റ് ഒക്കെ നോക്കുക. ദെൻ സ്ത്രീകളും സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർവതി നെന്മണിമംഗലം, ആര്യ പള്ളം, AV കുട്ടിമാളു അമ്മ, ലളിത പ്രഭു, അക്കാമ ചെറിയാൻ, അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം തുടങ്ങിയ സ്ത്രീ നേതാക്കളെയും നോക്കി വെക്കണം. ഇനി നവോത്ഥാന നായകന്മാരായിട്ടുള്ള തൈക്കാടയ്യ, വൈകുണ്ഠ സ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദ, പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരു, ഡോക്ടർ പൽപ്പു, പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ. ഇതിൽ ചിലപ്പോൾ ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യാത്ത ആളുകൾക്ക് പുതുതായിട്ട് കാണുന്ന പേരുകളായിരിക്കും. അപ്പം നിർബന്ധമായിട്ടും ഇവരെല്ലാം നോക്കണം. മമ്പ്രം തങ്ങൾ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, പാമ്പാടി ജോൺ ജോസഫ്, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മക്തി തങ്ങൾ, ദെൻ പ്ലസ്ഡ് ഏലിയാസ് കുര്യാക്കോസ് ചാവറ, ബാരിസ്റ്റർ GP പിള്ള, TK മാധവൻ, മൂർക്കോത്ത് കുമാരൻ, C കൃഷ്ണൻ, KP കേശവമേനൻ, ഡോക്ടർ അയ്യത്തൻ ഗോപാലൻ, CV കുഞ്ഞുരാമൻ, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, വേലുക്കുട്ടി അരയൻ, KP വെള്ളോൻ, PK ചാത്തൻ മാസ്റ്റർ, K കേളപ്പൻ, P കൃഷ്ണൻപിള്ള, AKG, TR കൃഷ്ണസ്വാമി അയ്യർ, C കേശവൻ, സ്വാമി ആനന്ദതീർത്ഥൻ, MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തുടങ്ങിയ നവോത്ഥാന നായകന്മാരെക്കുറിച്ചും പിന്നെ ചില സാഹിത്യകാരന്മാരുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വര അയ്യർ, G ശങ്കരക്കുറുപ്പ്, ദെൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ചന്തുമേനോൻ, വൈക്കം മുഹമ്മദ് ബഷീർ, കേശവ ദേവ് തകഴി, ശിവശങ്കരപ്പിള്ള, പൊൻകുന്നം വർക്കി, SK പൊറ്റക്കാടും അതേപോലുള്ള സാഹിത്യത്തിലൂടെ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ നോക്കണം. പിന്നെ GK ആൻഡ് കറണ്ട് അഫേഴ്സ്. സോ അവിടെയും ഒരു GK എന്ന ഒരു ടേം തന്നിട്ടുണ്ടെങ്കിലും വളരെ സ്പെസിഫൈ ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവിടെ നിന്നായിരിക്കും കൂടുതലും ചോദ്യങ്ങളും വരുന്നത്. കറണ്ട് അഫേഴ്സും എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ പരമാവധി ടോപ്പിക്സ് നമ്മൾ നോക്കി വെക്കുക കേട്ടോ. ചിലപ്പോൾ എല്ലാം നോക്കി തീർക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ പരമാവധി മേഖലകൾ കവർ ചെയ്ത് പോവുക. നിർബന്ധമായിട്ടും റാങ്ക് മേക്കിംഗ് മേഖല എന്ന് പറയുന്നത് ഇതാണ്. കാരണം കോർ സബ്ജക്റ്റിനെ കുറിച്ച് മാക്സിമം നോക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ. ഈ GK ഭാഗത്തായിരിക്കും പല ആളുകൾക്കും മാർക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ മാക്സിമം മാർക്ക് ഇവിടെ നിന്ന് കൂടി സ്കോർ ചെയ്താൽ ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും. സോ ഡിയേഴ്സ്, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കുക. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്നായി പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.